അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. 333 അനുസരിച്ചുള്ള വകുപ്പുകൾ ചേർത്തിരിക്കുന്നു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന രീതിയിലുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. ഒരു പോലീസുകാരൻ്റെ കൈയൊടിയുന്ന വിധത്തിലടക്കം, ജീവഹാനി ഉണ്ടാകുന്ന വിധത്തിലടക്കമുള്ള പ്രവർത്തികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നൽകി. ഒരു നേതാവെന്ന നിലയിൽ അക്രമത്തെ തടയേണ്ട ഒരു ബാധ്യതയുണ്ടായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിറവേറ്റിയില്ല എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. വിശദമായ വിവരങ്ങൾ. നേരത്തെ പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുള്ള കാര്യമായിരുന്നു വാദിച്ചത്. പക്ഷേ അതിൽ കൃത്യമായി ഒരു മെഡിക്കൽ പരിശോധന കൂടെ നടത്തണമെന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കോടതി വീണ്ടും ഒരു മെഡിക്കൽ പരിശോധന കൂടി നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. അപ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായി പറഞ്ഞു, ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ റിപ്പോർട്ട് വേണം കോടതി ഇക്കാര്യത്തിൽ പരിഗണിക്കാൻ. അങ്ങനെയുള്ള ജനറൽ ആശുപത്രിയിൽ ഏറ്റവും അവസാനം എടുത്ത മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പോൾ ജാമ്യം തള്ളിയിരിക്കുന്നത്. ആ മെഡിക്കൽ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല. അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നിരവധി പൊതുപരിപാടികളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നേരത്തെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പുലർച്ചെ വീട്ടിലെത്തി ആണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുള്ള പോലീസ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പൊതു ഇടങ്ങളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ വീട്ടിലെത്തി സമാധാനപരമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്, കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ വാദം, കൃത്യമായ വാദം പരിഗണിച്ച് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളി 22-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജയിലിലേക്ക് അല്പസമയത്തിനകം രാഹുലിനെ കോടതിയിൽ നിന്ന്, വഞ്ചിയൂർ കോടതിയിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അതിനുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ SHO സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൈക്ക് പൊട്ടലുണ്ടായി. നിരവധി പോലീസുകാർക്കാണ്, വനിതാ പോലീസുകാർക്ക് അടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പോലീസിൽ നിന്ന് അവർക്ക് മർദ്ദനമോ അല്ലെങ്കിൽ മറ്റൊരു പരിക്കും ഏൽക്കാതിരിക്കാൻ നൽകിയിരിക്കുന്ന ഫൈബർ ഷീൽഡുകൾ അത് പിടിച്ചു വാങ്ങി നിലത്തടിച്ചു പൊട്ടിക്കുന്നു. അവരുടെ കയ്യിൽ വെച്ച് തന്നെ വലിയ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിക്കുന്നു. അതിനുശേഷമാണ് പോലീസുകാർക്ക് ഒരു തരത്തിലും ഈ ആക്രമണം തടയാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഒരുക്കിയ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ഈ പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. അങ്ങനെയാണ് ഈ മ്യൂസിയം SHOയുടെ കൈക്ക് പൊട്ടലുണ്ടായത്. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ DCC ഓഫീസിന് മുന്നിൽ വെച്ച് വനിതാ പോലീസിന്റെ വാഹനം അടിച്ചു തകർക്കുന്നു. അതിനുള്ളിൽ പോലീസുകാർ ഉണ്ടായിരുന്നു. അവർക്കടക്കം ഈ ചില്ലുകൾ തെറിച്ച് പരിക്കേറ്റിരുന്നു. അങ്ങനെയാണ് ഈ കേസിന്റെ ഒരു സംഭവം, ഈ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. എന്തായാലും ഇതിനുശേഷം ഇന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുന്നത് നമ്മൾ കണ്ടതാണ്. രാവിലെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായി കോർട്ട് ആശുപത്രിയിൽ എത്തിച്ചാണ് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയത്. അതിനുശേഷം കോടതിയിലേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ പോലീസ് വാഹനം വീണ്ടും തടഞ്ഞുകൊണ്ട് ഈ പോലീസുകാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യം, അത് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഷജീറിന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടത്തിയത്. ഏതായാലും പ്രതിയുമായി പുറത്തേക്ക് പോലീസ് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് വാഹനം പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട്.